ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെ പരിശുദ്ധ ലയോ 14 പാപ്പ അസീസിയിലെ എളിയ മനുഷ്യൻ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജൂബിലി വർഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ജൂബിലി വർഷത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രത്യേകത? രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു മഹാവിശുദ്ധനാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഈ വിശുദ്ധ മനുഷ്യൻ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട സന്യാസി താൻ ഒരു എളിയ മനുഷ്യനാണ്, അസീസിയിലെ എളിയ മനുഷ്യനാണെന്ന് സ്വയം വിശേഷിപ്പിച്ച ആ താപസവര്യൻ സ്വർഗത്തിലെത്തിയിട്ട് ഇത് 800-ാം വർഷമാണ്, അതായത് ജൂബിലി വർഷം. അതുകൊണ്ട് തന്നെ ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭ ഈ വർഷത്തെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജൂബിലി വർഷമായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള എല്ലാ ദൈവാലയങ്ങളിലും അതോടൊപ്പം ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ ദൈവാലയങ്ങളിലും നിന്ന് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള അവസരവും പരിശുദ്ധ സഭ നമുക്ക് നൽകിയിരിക്കുകയാണ്. പൂർണ്ണ വരപ്രസാദ അവസ്ഥയിൽ ഈ ദൈവാലയങ്ങൾ സന്ദർശിച്ച് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുദാശകൾ സ്വീകരിക്കുന്നത് വഴി പരിപൂർണ ദണ്ഡവിമോചനം ഈ ഒരു വർഷക്കാലം ലഭിക്കുമെന്ന് പരിശുദ്ധ ലയോ 14 പാപ്പ അറിയിച്ചിരിക്കുന്നു. എന്താണ് വിശുദ്ധ ഫ്രാൻസിസ്? രണ്ടാമത്തെ ക്രിസ്തു, ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുഗമിച്ച ഒരു മഹാവിശുദ്ധൻ. 25 വയസ്സ് വരെ താന്തോന്നി കേട്ടാൽ ലജ്ജ തോന്നിക്കുന്ന പാപപ്രവർത്തികളും ചെയ്തു ജീവിച്ച മനുഷ്യൻ 25-ാമത്തെ വയസ്സിൽ സെന്റ് ദമിയാനോ ദൈവാലയത്തിൽ വെച്ച് ഒരു സ്വരം കേട്ടു. ആ സ്വരം ഇതായിരുന്നു: എൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ദൈവാലയത്തെ നീ പുനരുദ്ധരിക്കുക. ഫ്രാൻസിസ് നോക്കിയപ്പോൾ അസീസി പട്ടണത്തിന് വെളിയിലുള്ള ഈ ഒരു ചെറിയ പള്ളി പൊളിഞ്ഞു കിടക്കുകയാണ്. അതായിരിക്കും വിശുദ്ധ ഫ്രാൻസിസിനോട് ഈശോ പറഞ്ഞത് എന്ന് കരുതി അദ്ദേഹം അത് പുനരുദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അത് പൂർണ്ണമായും പുനരുദ്ധരിക്കുന്നുമുണ്ട്. എന്നാൽ ഈശോ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ ശരീരമാകുന്ന ദൈവാലയം അതുവരെ പാപത്തിൽ മലിനപ്പെട്ട് കൊടിയ പാപങ്ങളുടെ പിന്നാലെ പോയ മനുഷ്യൻ. പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയം. ഈശോ ആഗ്രഹിച്ചത് അവൻ്റെ ശരീരമാകുന്ന ദൈവാലയത്തെ പുനരുദ്ധരിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം സഭ കർത്താവിൻ്റെ ആലയമാണ്. സഭയെ പുനരുദ്ധരിക്കുന്ന കാര്യം കൂടെ, ഒരു ഉത്തരവാദിത്വം കൂടെ വിശുദ്ധ ഫ്രാൻസിസിനെ അവിടെ വെച്ച് ഏൽപ്പിക്കുകയാണ്. അത് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ദൈവവിളിയുടെ ഒരു പ്രധാന ഘട്ടമായിരുന്നു. പിന്നീട് ഈശോയെപ്പോലെ സർവസംഘ പരിത്യാഗിയായി ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിച്ച് ഈ സാധു മനുഷ്യൻ അസീസിയുടെ തെരുവോരങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം 45-46 വയസ്സ് വരെ നീണ്ടു നിന്നെങ്കിൽ 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള 20 വർഷക്കാലം ഈശോയെപ്പോലെ ജീവിച്ചു, അല്ലെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ ജീവിച്ചു. രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് ഈശോ പറഞ്ഞെങ്കിൽ അവൻ അതുപോലെ ചെയ്തു. മേലങ്കി ചോദിക്കുന്നവന് കുപ്പായം കൂടെ കൊടുക്കട്ടെ എന്ന് ഈശോ പറഞ്ഞെങ്കിൽ അവൻ അതുപോലെ ചെയ്തു. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ ഈശോ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത നിയമത്തിൽ അത് എഴുതി വെച്ചു. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഫ്രാൻസിസ് നമുക്കൊരു വലിയ ധ്യാനചിന്ത നൽകുന്നുണ്ട്. ഒരിക്കൽ രാത്രിയിൽ വനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം ബിഷപ്പിൻ്റെ അടുത്ത് വെച്ച് സർവസംഘ പരിത്യാഗിയായി ഉടുതുണി അടക്കം ഊരി പിതാവിനെ ഏൽപ്പിച്ചിട്ട് പരിപൂർണ നഗ്നനായിട്ടാണ് ഇറങ്ങുന്നത്. രൂപതാ മെത്രാൻ വിളിച്ചു ചോദിക്കുന്നു, ആരെങ്കിലും രണ്ടുടുപ്പുള്ളവർ തൻ്റെ ഒരു ഉടുപ്പ് ഈ ദരിദ്ര മനുഷ്യന് കൊടുക്കുക, ഒന്നുമില്ലാത്തവന് കൊടുക്കുക. തോട്ടക്കാരൻ കൊടുത്ത ഒരു തുകൽ വസ്ത്രവും ധരിച്ചുകൊണ്ട് വനാന്തരങ്ങളിലൂടെ എങ്ങോട്ടെന്നറിയാതെ കർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു കൊള്ളസംഘം അദ്ദേഹത്തെ പിടികൂടി. നോക്കിയപ്പോൾ ഒന്നുമില്ല അവൻ്റെ കയ്യിൽ. ആകപ്പാടെ ഉള്ളത് അവൻ്റെ വസ്ത്രമാണ്. 2 കൈകളും നീട്ടി മോഷ്ടാക്കളോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. മോഷ്ടാക്കൾ പറഞ്ഞു, എങ്കിൽ നിന്റെ കുപ്പായം ഞങ്ങൾക്ക് നൽകുക. ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ അവൻ തൻ്റെ കുപ്പായം ഊരി ആ കള്ളന്മാർക്ക് കൊടുത്തു. വീണ്ടും ആ കള്ളന്മാർ പറഞ്ഞു, നിന്റെ കളസം കൂടെ ഊരി തരിക.
അപ്പോഴാണ് ഈശോയുടെ ആ വചനം ഫ്രാൻസിസ് കേട്ടതല്ലെങ്കിൽ അനുഭവിച്ചത്. മേലങ്കി ചോദിക്കുന്നവന് കുപ്പായം കൂടെ കൊടുക്കുക. വലിയ ആനന്ദത്തോടെ കർത്താവിൻ്റെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നുള്ള ബോധ്യത്തോടെ അവൻ്റെ കളസം കൂടെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പക്ഷേ പാൻ്റായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആ വസ്ത്രം കൂടെ ഈ മനുഷ്യൻ ഊരി ആ കള്ളന്മാർക്ക് കൊടുത്തു. വീണ്ടും പരിപൂർണ നഗ്നനാക്കപ്പെട്ടു. അപ്പോഴും അവൻ വലിയ സന്തോഷവാനായി കാണപ്പെട്ടു. കാരണം ഈശോയുടെ വചനം പൂർണ്ണ രീതിയിൽ അനുസരിച്ചു എന്നുള്ളതാണ് ഈ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. സഹോദരങ്ങളെ, വിശുദ്ധ ഫ്രാൻസിസ് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തു എന്തു പറഞ്ഞോ അത് അനുസരിക്കാനാണ്. വിശുദ്ധ ഫ്രാൻസിസ് നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വ്യക്തിത്വമാണ്, രണ്ടാമത്തെ ക്രിസ്തുവാണ്. പക്ഷേ കത്തോലിക്കരല്ലാത്ത അല്ലെങ്കിൽ ക്രിസ്ത്യാനികളല്ലാത്ത അനേക വ്യക്തികളെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് വിശുദ്ധ ഫ്രാൻസിസ്. കമ്മ്യൂണിസ്റ്റ് നേതാവായ ലെനിൻ കമ്മ്യൂണിസം റഷ്യയിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെല്ലാം ഒരുപക്ഷെ നല്ലതായിരുന്നിരിക്കാം. പക്ഷേ മരണത്തിന് മുമ്പ് അദ്ദേഹം വിലപിച്ചുകൊണ്ട് താൻ കെട്ടിപ്പടുത്ത പ്രസ്ഥാനം അനേകരുടെ രക്തം ചൊരിയുന്ന ഒരു പ്രസ്ഥാനമായി മാറിയതിൻ്റെ സങ്കടവും പേറിയിട്ടാകാം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: ഫ്രാൻസിസിനെ പോലെ 10 പേർ റഷ്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ റഷ്യ എത്രയോ നന്നായേനെ. ശരിക്കും റഷ്യയ്ക്ക് ആവശ്യം ഫ്രാൻസിസിനെ പോലെ ഒരു 10 മനുഷ്യരെയായിരുന്നു. അഹിംസ. ഗാന്ധിജിയെ ഒത്തിരിയധികം സ്വാധീനിച്ച ഒരു കാര്യമാണ് അഹിംസ. ബൈബിളിൽ നിന്നാണ് ഗാന്ധിജിയുടെ ഊർജം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു: കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്നുള്ള വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഫ്രാൻസിസിനെ വിശേഷിപ്പിച്ചത് സമാധാനത്തിൻ്റെ ദൂതൻ എന്നാണ്. ആരെയും വേദനിപ്പിക്കാൻ അറിയില്ല, ഒന്നിനെയും വേദനിപ്പിക്കാൻ അറിയില്ല. പ്രപഞ്ചത്തെ സഹോദരനും സഹോദരിയുമായി കണ്ടു. സൂര്യനെ സഹോദരനായും ചന്ദ്രനെ സഹോദരിയായും കണ്ടു. അഗ്നിയെയും ജലത്തെയും സഹോദരനായും സഹോദരിയായും കണ്ടു. കാറ്റിനെയും മഞ്ഞിനെയും മഴയെയും എല്ലാം സഹോദരനും സഹോദരിയുമായി കണ്ടു. അവസാനം മരണത്തെ ഇങ്ങനെയാണ് ക്ഷണിച്ചത്: സഹോദരി മരണമേ, വരിക, എന്നെ പ്രാപിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് വിശുദ്ധ ഫ്രാൻസിസിന് ഇതിനെല്ലാം സഹോദരനും സഹോദരിയുമായി കാണാൻ സാധിച്ചത്? എല്ലാ സൃഷ്ടജാലങ്ങളെയും ചേർത്ത് പിടിക്കാൻ ഫ്രാൻസിസിന് സാധിച്ചത് എങ്ങനെയാണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഫ്രാൻസിസ് ക്രിസ്തുവിനെ കണ്ടെത്തി. സഹോദരങ്ങളെ, നാം ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ പോലും അറിയാതെ സ്നേഹത്തിൻ്റെ സുവിശേഷമായി മാറുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് ഓർഡർ ഓഫ് ഫ്രയേഴ്സ് മൈനർ, എളിയ സഹോദരന്മാരുടെ സഭ. നമ്മൾ OFM എന്ന് ധാരാളം കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ? എളിയ സഹോദരന്മാരുടെ സഭ. ഈ എളിയ സഹോദരന്മാരുടെ സഭ സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ കൂടെയുള്ള സന്തത സഹചാരികളായ സന്യാസികളോട്, സഹോദരന്മാരോട് പറഞ്ഞു: എൻ്റെ സഹോദരന്മാർ 24 മണിക്കൂറും സുവിശേഷം പ്രസംഗിക്കണം. ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ലളിതമായി ഉപയോഗിക്കണം. എൻ്റെ സഹോദരന്മാർ സംസാരിക്കുന്നത് ഏതും വളരെ ലളിതമായി ആളുകൾക്ക്, ശ്രോതാക്കൾക്ക് എത്രയും പെട്ടെന്ന് വളരെ മനോഹരമായി മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം. സഹോദരങ്ങളെ, വിശുദ്ധ ഫ്രാൻസിസിന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഇതുപോലെ പ്രകൃതിയെ മുഴുവൻ സ്നേഹിക്കാൻ പറ്റുക? സഹജീവജാലങ്ങളെ പോലും സഹോദരങ്ങളായി, സഹോദരിയായി, സഹോദരനായി കാണാൻ സാധിക്കുക? ഒരിക്കൽ ഗൂബിയോ എന്ന ഒരു ഗ്രാമം, ആരും പുറത്തിറങ്ങുന്നില്ല. കാരണം അവിടെ ഒരു ചെന്നായ എല്ലാവരെയും ആക്രമിക്കുകയാണ്. കുട്ടികളെ പുറത്തിറക്കുന്നില്ല, ആർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ആ ഗ്രാമത്തെ ഒരു ചെന്നായ എപ്പോഴും ആക്രമിക്കുന്നു. ആരെങ്കിലും പുറത്തിറങ്ങിയാൽ ആ ചെന്നായ വന്ന് ആക്രമിക്കുകയും കടിക്കുകയും കൊല്ലുകയും ചെയ്യും. വളർത്തു മൃഗങ്ങളെ എല്ലാം ഈ ചെന്നായ ആക്രമിക്കുകയാണ്. ഒരിക്കൽ ഫ്രാൻസിസും അനുചരന്മാരും ഈ ഗൂബിയോ ഗ്രാമത്തിലൂടെ നടക്കുകയാണ്.
ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഫ്രാൻസിസ് അവിടെ ചെല്ലുന്നത്. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ഒരാൾ ഓടി വന്ന് ഫ്രാൻസിസിനോട് പറയുകയാണ്, വേഗം ഏതെങ്കിലും വീടിൻ്റെ ഉള്ളിൽ കയറുക, അല്ലെങ്കിൽ ആ ചെന്നായ നിന്നെ ആക്രമിക്കും. ഫ്രാൻസിസ് പോകുന്നില്ല. എന്നാൽ ആ സമയം ഫ്രാൻസിസ് അതിലൂടെ നടക്കുമ്പോൾ, സഹോദരന്മാരോടൊപ്പം അതിലൂടെ നടക്കുമ്പോൾ, ആ ചെന്നായ ഓടി വരികയാണ് ഫ്രാൻസിസിനെയും കൂട്ടുകാരെയും ആക്രമിക്കാൻ. ആ ചെന്നായയെ നോക്കി ഫ്രാൻസിസ് വലിയ സ്നേഹത്തോടെ, ക്രിസ്തുവിലുള്ള സ്നേഹത്തോടെ വിളിച്ചു, സഹോദര, എന്തിനാണ് ഈ മനുഷ്യരെ നീ ഉപദ്രവിക്കുന്നത്? നീ ആരെ ഉപദ്രവിക്കരുത്, ആരുടെ രക്തം നീ എടുക്കരുത്. നിനക്ക് അനുവദിക്കപ്പെട്ടത് മാത്രം ചെയ്യുക. നിനക്ക് അനുവദിക്കപ്പെട്ട നിന്റെ ആഹാരം മാത്രം നീ തേടുക. അനാവശ്യമായി ആരെ ഉപദ്രവിക്കരുത് എന്നുള്ള ആ സന്ദേശം ഫ്രാൻസിസ് ആ ചെന്നായിക്ക് നൽകി. പിന്നീട് അവൻ ഗൂബിയോ എന്ന് തന്നെ അറിയപ്പെട്ടു. വാലാട്ടിക്കൊണ്ട് സ്നേഹത്തോടെ ആ ചെന്നായ ഫ്രാൻസിസിന് മുമ്പിൽ നിന്നു. ആ ചെന്നായയും കൂട്ടി ഫ്രാൻസിസ് അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ് ചരിത്രം പറയുക. എത്ര സ്നേഹത്തോടെയാണ് ജീവജാലങ്ങളെ പോലും ഫ്രാൻസിസ് കീഴടക്കുന്നത്. ഒരിക്കൽ ഫ്രാൻസിസും അനുചരന്മാരും ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, വചനം പങ്കുവെക്കുകയാണ്. ഫ്രാൻസിസ് തൻ്റെ സഹോദരന്മാരോട് സംസാരിക്കുകയാണ്. ആ സമയം ചീവീടുകളുടെ അസഹനീയമായ ശബ്ദം, ചീവീടുകൾ മുഴുവൻ ഇങ്ങനെ വളരെ ശബ്ദത്തോടെ ചിലച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രാൻസിസ് പറയുന്നത് കൂട്ടുകാർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ഫ്രാൻസിസിൻ്റെ സഹോദരന്മാർ, അല്ലെങ്കിൽ ഫ്രാൻസിസിൻ്റെ മക്കൾ, ഫ്രാൻസിസിൻ്റെ അനുയായികൾ, ശിഷ്യന്മാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവർ വളരെ ദേഷ്യത്തോടെ ചീവീടുകൾക്കെതിരെ പോലും പിറുപിറുക്കുകയാണ്. ഫ്രാൻസിസ് അവരെ തടഞ്ഞു. പാടില്ല, അവരും ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണ്. അവരും സ്നേഹത്തോടെ എന്നെ കേൾക്കുകയാണ്. ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ വചനത്തോട് അവർ പ്രത്യുത്തരിക്കുകയാണ്. അവരും അത് കേൾക്കാൻ യോഗ്യരാണ്. സഹോദരങ്ങളെ, ഫ്രാൻസിസ് സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ അല്പസമയം മിണ്ടാതിരിക്കുക, ഞാൻ ചീവീടുകൾക്കുള്ളത് ആദ്യം കൊടുക്കട്ടെ, ഈ പാവപ്പെട്ട ജീവികൾക്കുള്ളത് ആദ്യം കൊടുക്കട്ടെ. അവർക്ക് വേണ്ട വചനം, ഈശോയുടെ വചനം പങ്കുവെച്ചു കൊടുത്തു. ശേഷം ചീവീടുകളോട് പറഞ്ഞു, ഇനി നിങ്ങൾ മൗനം പാലിക്കുക, ഞാൻ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടത് കൊടുക്കട്ടെ. സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ ആ ചീവീടുകൾ നിശബ്ദരായി. അസീസിയിൽ ചെല്ലുമ്പോൾ അവിടെ പോർസുങ്കല എന്ന് പറയുന്ന ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചീവീടിനെ സ്നേഹത്തോടെ താലോലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫ്രാൻസിസിൻ്റെ ഒരു വെങ്കല പ്രതിമ അവിടെ ഇരിപ്പുണ്ട്. ഈ സംഭവത്തെയാണ് ആ പ്രതിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര സ്നേഹത്തോടെ ഉള്ള പെരുമാറ്റം അല്ലേ! ജീവജാലങ്ങളോട് പോലും വലിയ സ്നേഹത്തോടെ ഫ്രാൻസിസിന് ഇടപഴകാൻ പറ്റി. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എത്ര അമാനുഷികമായ അല്ലെങ്കിൽ അത്ഭുതകരമായ പ്രവൃത്തികളാണ്. കാരണം ഒന്നേ ഉള്ളൂ, ഫ്രാൻസിസിൻ്റെ ശബ്ദം, ഫ്രാൻസിസിൻ്റെ ഭാഷ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് പോലും വേഗത്തിൽ മനസ്സിലാകുന്നു. ഒരുപക്ഷെ കാട്ടുമൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, ഇഴജന്തുക്കൾക്ക്, ജീവജാലങ്ങൾക്ക് ഫ്രാൻസിസിൻ്റെ സ്വരം തിരിച്ചറിയാൻ പറ്റുന്നു. ഫ്രാൻസിസിൻ്റെ സ്വരം മനസ്സിലാക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഭാഷ മലയാളമായിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം, നമ്മൾ പരസ്പരം വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ ഒരുപക്ഷെ ഭർത്താവിൻ്റെ ഭാഷ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല. മക്കളുടെ ഭാഷ അപ്പനോ അപ്പൻ്റെ ഭാഷ മക്കൾക്കോ മനസ്സിലാകുന്നില്ല. എന്തോ കാട്ടുമൃഗങ്ങളെ പോലെ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്, ബാബേൽ ഗോപുരം. അവിടെ നിന്നാണ് ഭാഷകൾ ചിതറിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുക. അഹങ്കാരം മനുഷ്യന്റെ തലയ്ക്ക് പിടിച്ചപ്പോൾ അവൻ ദൈവത്തേക്കാൾ വലിയവനാണ് എന്ന് വരുത്താൻ ഒരു വലിയ ഗോപുരം നിർമ്മിച്ചു. ആ ഗോപുരം നിർമ്മിക്കുമ്പോൾ അവരുടെ ഭാഷയെ ദൈവം ചിതറിച്ചു. ഗോപുരം നിർമ്മിക്കുകയാണ്. മുകളിലിരുന്ന് പണിയുന്നവൻ സിമന്റ് ചോദിക്കുമ്പോൾ താഴേന്ന് മൺവെട്ടി കൊടുത്തു. താഴെ നിൽക്കുന്നവൻ ഇഷ്ടിക ചോദിക്കുമ്പോൾ പകരം സിമന്റ് കൊണ്ടുപോയി കൊടുത്തു. വെള്ളമൊഴിക്കാൻ പറഞ്ഞപ്പോൾ അവൻ സിമന്റ് വാരി എറിഞ്ഞു. പരസ്പരം മനസ്സിലാകുന്നില്ല. ഭാഷകൾ ചിതറിക്കപ്പെട്ടു. ആശാരി പറയുന്നത് എന്താണെന്ന് കയ്യാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഭാഷകൾ ചിതറിക്കപ്പെട്ടു. മനുഷ്യന്റെ അഹങ്കാരത്തിൻ്റെ കൊടുമുടി
അല്ലെങ്കിൽ ആ വലിയ സൗധം നിലംപതിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഭാഷകൾ പരസ്പരം മനസ്സിലാക്കുന്നില്ലേ? അപ്പൻ്റെ ഭാഷ ഇന്ന് മക്കൾക്ക് മനസ്സിലാകുന്നില്ല. മാതാപിതാക്കളുടെ ഭാഷ മക്കൾക്കോ, ഭാര്യയുടെ ഭാഷ ഭർത്താവിനോ, ഭർത്താവിൻ്റെ ഭാഷ ഭാര്യയ്ക്കോ മനസ്സിലാകുന്നില്ല. കാരണം ദൈവവചനമില്ല. ദൈവവചനമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം വള്ളിയോ പുള്ളിയോ തെറ്റാതെ അനുസരിച്ച വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഭാഷ കാട്ടുമൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും പക്ഷികൾക്കും എന്തിന് ഒരു ചീവീടിന് പോലും മനസ്സിലായി. കാരണം അവനിൽ നിന്ന് പുറപ്പെട്ടത് സ്നേഹമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത്? 25 വയസ്സ് വരെ ഇതൊന്നും ഫ്രാൻസിസിന് പറ്റത്തില്ലായിരുന്നു. 25 വയസ്സിന് ശേഷമാണ് ഫ്രാൻസിസിന് ഇതെല്ലാം സാധിച്ചതിന് കാരണം അവനിൽ ക്രിസ്തു ജീവിക്കാൻ തുടങ്ങി. ലെനിൻ ഫ്രാൻസിസിനെ കുറിച്ച് പറഞ്ഞതിന് കാരണം എന്ത്? ഒരുപക്ഷെ ലെനിൻ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ലെനിൻ ഫ്രാൻസിസിനെ ഉയർത്തി പറഞ്ഞു, ഇതുപോലൊരു 10 ഫ്രാൻസിസ് റഷ്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ റഷ്യ ഇതുപോലെ ചോരക്കളമായി മാറുകയില്ലായിരുന്നു. പക്ഷേ ഈ ഫ്രാൻസിസ് തനിയെ നിന്നാൽ അവനൊന്നും സാധിക്കുകയില്ല. ഈ ഫ്രാൻസിസ് ആയത് എപ്പോഴാണ്? അവൻ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് അവൻ്റെ ശ്വാസത്തിൽ പോലും ക്രിസ്തുവിൻ്റെ വചനം നിലനിന്നത്. സെന്റ് ദാമിയാനോയിലെ പ്രാർത്ഥനയിൽ ഫ്രാൻസിസ് കേട്ടു. പ്രാർത്ഥനയിലല്ല, വെറുതെ ഒന്ന് കാണാൻ പോയതാണ്. ആ കുരിശുരൂപം ഫ്രാൻസിസിനോട് പറഞ്ഞു, എൻ്റെ പൊളിഞ്ഞു കിടക്കുന്ന ദൈവാലയത്തെ നീ പുനരുദ്ധരിക്കുക. ഈ വചനം അവൻ്റെ കാതുകളെയല്ല, ഹൃദയങ്ങളെ തുളച്ചു. അവൻ്റെ ചങ്കിനെ രണ്ടായി പൊളിച്ചു. അവൻ ക്രിസ്തുവിനു വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെതായി അവൻ്റെ ശരീരത്തെ, സഭയെ തന്നെ പടുത്തുയർത്തി. അവൻ അനുസരിക്കാതെ പറ്റുകയില്ലായിരുന്നു. റോമിൽ ബസിലിക്കകളുടെ ബസിലിക്ക, അല്ലെങ്കിൽ പള്ളികളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നൊരു പള്ളിയുണ്ട്, ലാറ്ററൽ ബസിലിക്ക. ജോൺ ദ ലാറ്ററൽ, സ്നാപക യോഹന്നാൻ അപ്പസ്തോലൻ്റെയും പേരിലാണ് ആ പള്ളി അറിയപ്പെടുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പണി കഴിപ്പിച്ചതാണ് ആ പള്ളി. റോമ രൂപതയുടെ കത്തീഡ്രൽ, മാർപ്പാപ്പയുടെ ഔദ്യോഗിക സിംഹാസനം അവിടെയാണ്. പ്രിയ സഹോദരങ്ങളെ, ആ ദൈവാലയത്തിന് അഭിമുഖമായി ഒരു വെങ്കല പ്രതിമയുണ്ട്. ഫ്രാൻസിസ് 2 കൈകളും ഉയർത്തി നിൽക്കുന്ന ഒരു പ്രതിമയാണ്. ഈ പള്ളിക്ക് നേരെ 2 കൈകളും ഉയർത്തി നിൽക്കുന്ന ഈ പ്രതിമയ്ക്ക് നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരിക്കൽ ഫ്രാൻസിസ് ഇന്നസെന്റ് തൃതീയൻ പാപ്പായുടെ മുമ്പിൽ, ഇന്നസെന്റ് മൂന്നാമൻ, ഒരു കാര്യവുമായി ചെന്നു. വേഷം അഴുകി ഒലിച്ച വേഷം, ചാക്ക് വസ്ത്രമാണ്. അന്ന് വനാന്തരത്തിൽ വെച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തുകൽ വസ്ത്രവും കളസവും, ട്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ പാൻസ് ആയിരിക്കാം, ആ തുകൽ വാറും ഊരി ഭിക്ഷക്കാർക്ക് കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു നല്ല വസ്ത്രം ഫ്രാൻസിസ് ധരിച്ചിട്ടില്ല. ഫ്രാൻസിസ് പിന്നീട് ധരിച്ചത് ചാക്കായിരുന്നു. അതുകൊണ്ട് തന്നെ റോമിലേക്കുള്ള യാത്രയിലും ഫ്രാൻസിസ് ഈ ചാക്ക് ധരിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. ഇന്നസെന്റ് മൂന്നാമൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഫ്രാൻസിസ് പരിശുദ്ധ പിതാവിൻ്റെ നേരെ കൈകൾ നീട്ടിപ്പിടിച്ച് യാചനാരൂപത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ അനുവാദം തരിക. OFM എന്ന സന്യാസ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു അനുവാദ അഭ്യർത്ഥന കൂടിയായിരുന്നു അത്. ഇന്നസെന്റ് മൂന്നാമൻ പാപ്പ സിംഹാസനത്തിലിരുന്ന് ലാറ്ററൽ ബസിലിക്കയിൽ നിന്ന് താഴെ നിന്ന് തന്നോട് അഭ്യർത്ഥന നടത്തുന്ന ഫ്രാൻസിസിനെ കണ്ടപ്പോൾ അഴുകി ഒലിച്ച, ചീഞ്ഞു നാറുന്ന ഭിക്ഷക്കാരനെ പോലുള്ളൊരു മനുഷ്യൻ, അല്ല ഭിക്ഷക്കാരൻ തന്നെ, ചാക്കും ധരിച്ചു വന്നിരിക്കുകയാണ്. കുളിച്ചിട്ട് എത്ര ദിവസമായി കാണുമോ ആവോ. ഇന്നസെന്റ് മൂന്നാമൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നീയോ സുവിശേഷം പ്രസംഗിക്കാനോ? നീ വല്ല പന്നികളോടും പോയി സുവിശേഷം പ്രസംഗിക്കടാ. ഫ്രാൻസിസ് പാപ്പായെ തൊഴുത് കുമ്പിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ആ രാത്രിയിൽ ഇന്നസെന്റ് തൃതീയൻ ഉറങ്ങാൻ കിടന്നപ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റു. അദ്ദേഹം ഞെട്ടി എഴുന്നേൽക്കാൻ കാരണം അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തിയ, അല്ലെങ്കിൽ അദ്ദേഹം കണ്ട ഒരു ദർശനമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഇതാണ്: ലാറ്ററൽ ബസിലിക്ക മറഞ്ഞു വീഴുകയാണ്, തകർന്നു വീഴുകയാണ്. ലാറ്ററൽ ബസിലിക്ക തകരുക എന്നാൽ സഭ വീഴുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ലാറ്ററൽ ബസിലിക്ക തകർന്നു വീഴുന്നതിനെ താങ്ങി നിർത്തുന്നത് ഒരു കുറുകിയ മനുഷ്യൻ, ഒരു ചെറിയ മനുഷ്യൻ.
ആരാണ് ഈ കുറുകിയ മനുഷ്യൻ എന്ന് പാപ്പ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു. പാപ്പായ്ക്ക് മനസ്സിലായി, തലേന്ന് തൻ്റെ മുമ്പിൽ വന്ന് സുവിശേഷം പ്രസംഗിക്കാൻ അനുവാദം ചോദിച്ച ആ പാവപ്പെട്ട മനുഷ്യനാണ് ഈ കുറുകിയ മനുഷ്യൻ. ഉറക്കം നഷ്ടപ്പെട്ട പാപ്പ ആ രാത്രി തന്നെ അംഗരക്ഷകരെ, പട്ടാളക്കാരെ വിളിച്ചു വരുത്തി. പറഞ്ഞു, എൻ്റെ അടുത്ത് ഇന്നലെ വന്ന ആ മനുഷ്യനെ കൊണ്ടുവരിക. പാപ്പ കൊടുത്ത കൽപ്പനയനുസരിച്ച് പാപ്പായുടെ പട്ടാളം റോമ നഗരം മുഴുവൻ തിരഞ്ഞു. അവർ നടന്നായിരിക്കും വന്നത്, കാരണം ഭിക്ഷക്കാരാണ്. നടന്നു പോകാൻ പറ്റുന്ന അത്രയും ദൂരം പാപ്പായുടെ കുതിരപ്പട്ടാളം അന്വേഷിച്ചു പോയി. പക്ഷേ ഫ്രാൻസിസിനെയും അനുചരന്മാരെയും കാണാൻ സാധിച്ചില്ല. പാപ്പ പറഞ്ഞു, പറ്റില്ല, എനിക്ക് അവനെ കാണണം, എവിടെ നിന്നാണെങ്കിലും അവനെ തപ്പിപ്പിടിച്ചു കൊണ്ടുവരിക. അവസാനം ഒരു പട്ടാളക്കാരൻ വന്ന് പറഞ്ഞു, പരിശുദ്ധ പിതാവേ, അവൻ റോമിൽ തന്നെയുണ്ട്. ലാറ്ററൽ ബസിലിക്കയുടെ അടുത്ത് ഒരു പന്നിക്കൂട്ടിൽ നിന്ന് ആ മനുഷ്യൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. പാപ്പ അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ വന്നു. അവൻ എവിടെ നിന്നാണ് വന്നത്? പന്നിക്കൂട്ടിൽ നിന്ന്. പാപ്പ തലേ ദിവസം പറഞ്ഞു, നീ പോയി പന്നികളോട് സുവിശേഷം പ്രസംഗിക്കടാ. എത്ര ധാർഷ്ട്യത്തോടെയുള്ള സ്വരമായിരുന്നു പാപ്പായുടേത്. ഒരു ആടിനോടും ഒരു ഇടയനും അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഒരു നിമിഷം നാം ചിന്തിച്ചു പോകും. ശരിയാണ്, ഒരിക്കലും പറയാൻ പാടില്ല. എന്നാൽ വളരെ ദേഷ്യ സ്വഭാവത്തിൽ അവനെ ആട്ടിയിറക്കി അന്നാ പാപ്പ, ഇന്നസെന്റ് തൃതീയൻ. എന്നാൽ അതേ പാപ്പ പറഞ്ഞ കാര്യം വള്ളിയോ പുള്ളിയോ തെറ്റാതെ ഫ്രാൻസിസ് പോയി അനുസരിച്ചു. ഇതല്ലേ യഥാർത്ഥത്തിൽ സഭ നമ്മോട് ആവശ്യപ്പെടുന്ന അനുസരണം? ഇതല്ലേ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്ന അനുസരണം? ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന കോലാഹലങ്ങൾ, സഭയ്ക്കുള്ളിൽ തന്നെ കാണുന്ന അനുസരണക്കേടുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫ്രാൻസിസിന്റെ അനുസരണം. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ, ക്രിസ്തുവിലൂടെ സഭയെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ വിപ്ലവമല്ല. ഒരിക്കൽ മാർട്ടിൻ ലൂതർ എന്ന മനുഷ്യൻ സഭയോട് വിപ്ലവം ചെയ്തു, വിപ്ലവം നടത്തി. അങ്ങനെ ഒരു സമൂഹം തന്നെ ഉണ്ടായി, പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ. സഭയിലും തിരിഞ്ഞു പോയതിന് കാരണം ഒരു വിപ്ലവമാണ്, അനുസരണക്കേടിന്റെ വിപ്ലവം. എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് സഭയെ നവീകരിച്ചു. ഫ്യൂഡലിസം ഒക്കെ നിലനിന്നിരുന്ന 13-ാം നൂറ്റാണ്ട്, സഭയുടെ ഇരുണ്ട യുഗം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്തെ ഫ്രാൻസിസ് നവീകരിച്ചു. അത് ഒരു വിപ്ലവത്തിലൂടെ തന്നെയാണ്. ആ വിപ്ലവത്തിന്റെ പേരാണ് അനുസരണത്തിന്റെ വിപ്ലവം. പന്നിക്കൂട്ടിൽ നിന്ന് കയറി വന്ന ഫ്രാൻസിസിനെ കണ്ട് സിംഹാസനത്തിൽ നിന്ന് തൻ്റെ സ്വർണ്ണ കിരീടവും വലിയ പട്ടുകാപ്പയും ഊരിമാറ്റിയ ഇന്നസെന്റ് തൃതീയൻ ഫ്രാൻസിസിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നു. ഫ്രാൻസിസിന്റെ മുമ്പിൽ മുട്ടുകുത്തി ആ ചീഞ്ഞു നാറുന്ന പന്നിക്കൂട്ടിൽ നിന്ന് കയറി വന്ന ആ മനുഷ്യന്റെ പാദം ചുംബിച്ചു, അവനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, നീ പോയി സുവിശേഷം പ്രസംഗിക്കുക. സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് നമ്മെ പഠിപ്പിച്ചത്, നമ്മെ കാണിച്ചു തന്നത്. എങ്ങനെയാണ് അവൻ രണ്ടാമത്തെ ക്രിസ്തുവായി മാറിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണിത്. ഒരിക്കൽ ഫ്രാൻസിസിന്റെ സന്യാസ സമൂഹത്തിൽ ഒരുപാട് സന്യാസിമാരിൽ 4 പേർ സുവിശേഷം പ്രസംഗിക്കാനായി സ്പെയിനിലെത്തി. സ്പെയിനിൽ ഒരു അഗസ്റ്റീനിയൻ മോണസ്ട്രി, ഒരു ആശ്രമം. ഇവരുടെ സാധാരണയുള്ള ദിനചര്യ കാണുന്നിടത്തൊക്കെ സുവിശേഷം പ്രസംഗിക്കും. അത് ആരെയും ഭയമില്ല, പേടിയില്ല. ഫ്രാൻസിസ് ജീവിച്ചിരിക്കെ തന്നെയാണ് ഈ സംഭവം എന്ന് ഓർക്കണം. ഈ 4 ഫ്രാൻസിസ്കൻ സന്യാസിമാർ ഒരു ആശ്രമത്തിൽ പ്രവേശിച്ചു, ഒരു അഗസ്റ്റീനിയൻ ആശ്രമം. ആ ആശ്രമത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു, അഗസ്റ്റീനിയൻ മങ്ക്. അന്ന് ആശ്രമവാസികൾക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല, അവർക്ക് പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു. ആ ആശ്രമത്തിലെ ഈ പുരോഹിതന്റെ അടുത്ത് ചെന്ന് ഈ 4 ഫ്രാൻസിസ്കൻ സന്യാസിമാർ ഭിക്ഷയാചിച്ചു. ഇവരുടെ വേഷമെല്ലാം കണ്ടപ്പോൾ ആ ആശ്രമത്തിലെ ആ ചെറുപ്പക്കാരനായ ആ പുരോഹിതൻ ഇവരോട് ചോദിച്ചു, അല്ലെങ്കിൽ ആ മങ്ക് ഇവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ സന്യാസിമാരാണ്. അപ്പോൾ ഈ പുരോഹിതൻ പറഞ്ഞു, ഞാനും ഒരു സന്യാസിയാണ്, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നു? അപ്പോൾ ഈ ഫ്രാൻസിസ്കൻ സന്യാസിമാർ പറഞ്ഞു,
ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നത് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാനാണ്. ഞങ്ങൾ വീട്ടിലോ നാട്ടിലോ ഒന്നും പോകാറില്ല. എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോകും. ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം അതാണ്. സന്യാസം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നു, അതോടൊപ്പം സുവിശേഷം പ്രസംഗിക്കുന്നു. ഫെർണാണ്ടോ എന്നു പേരുള്ള ആ പുരോഹിതൻ ഇതൊരു വലിയ ആശ്ചര്യമായി തോന്നി. ആ പുരോഹിതൻ അവർക്ക് ഭക്ഷണം കൊടുത്തു. കുറച്ച് ദിവസങ്ങൾ അവരെ പരിചയപ്പെട്ടു, അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തു. ഇടയ്ക്ക് ഇവർ അവിടെ വരും, ആശ്രമത്തിൽ വരും. ആശ്രമത്തിൽ വന്ന് ഭിക്ഷ യാചിക്കാൻ വരുമ്പോൾ അവർക്ക് ഈ പുരോഹിതനാണ് ഭക്ഷണമെല്ലാം കൊടുത്തിരുന്നത്. അവരുടെ ജീവിതം വല്ലാതെ ഈ അച്ഛനെ സ്വാധീനിച്ചു. ഒരിക്കൽ ഈ 4 സന്യാസിമാർ ആ ഫാദർ ഫെർണാണ്ടോയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, ഇനി മടങ്ങി വരുമോ എന്നറിയില്ല, ഞങ്ങൾ പോകുന്നു. അപ്പം നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ മൊറോക്കോയിലേക്ക് പോവുകയാണ്, സുവിശേഷം പ്രസംഗിക്കാൻ, ഈശോയെക്കുറിച്ച് പറയാൻ. പോകുന്ന വഴിയിൽ സ്പെയിനിലുള്ള ഒരു ഇസ്ലാമിക മുഹമ്മദീയരുടെ ദൈവാലയത്തിൽ കയറി ഇദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. ഈ 4 പേരും കൂടെ ആ ദൈവാലയ പരിസരത്ത് നിന്ന് യേശുക്രിസ്തു ഏക രക്ഷിതാവും കർത്താവുമാണ് എന്നുള്ള ഈശോയുടെ സുവിശേഷം അവർ പ്രസംഗിച്ചു. പട്ടാളം, മുഹമ്മദീയ പട്ടാളം അവനെ പിടിച്ചു കെട്ടി സുൽത്താൻ്റെ മുമ്പിൽ കൊണ്ടുപോയി. രാജാവ് അവരെ ചാട്ടവാറിന് അടിക്കാൻ വിധിച്ചു, ജയിലിലിട്ട്. അവർക്ക് എല്ലാ ദിവസവും ചാട്ടവാറടി കൊടുക്കുകയാണ്. പക്ഷേ ഓരോ പ്രാവശ്യം അടി ഏൽക്കുമ്പോഴും അവർ വല്ലാതെ സന്തോഷിക്കുന്നു, അവർ പൊട്ടിച്ചിരിക്കുന്നു. പട്ടാളക്കാർ രാജാവിനെ അറിയിച്ചു, നമ്മൾ കൊടുക്കുന്ന അടിയൊന്നും അവർക്ക് ഏൽക്കുന്നില്ല, അവർ കൂടുതൽ കൂടുതൽ സന്തോഷിക്കുകയാണ്. രാജാവ് പറഞ്ഞു, നാം അവരെ സന്തോഷിപ്പിക്കാനല്ല പറഞ്ഞത്, ശിക്ഷിക്കാനാണ്. അവർക്ക് ഈ അടി കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അവരുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുക, തൊലിയൊക്കെ ചെത്തി മുറിവുണ്ടാക്കിയിട്ട് ആ മുറിവുകളിൽ അടിക്കുക. അവർ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി, എന്നിട്ട് അതിലടിച്ചു. അപ്പോഴും അവർ ആനന്ദത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ ഈ സുൽത്താന് അല്ലെങ്കിൽ ഈ രാജാവിന് ചിന്തിച്ചു, ഇവർ ഭ്രാന്തന്മാരാണ്, ഇവർ യഥാർത്ഥത്തിൽ ഭ്രാന്തന്മാരാണ്, ഇവരെ ആക്രമിക്കുന്നത് ശരിക്കും ശരിയല്ല, അതൊരു പക്ഷേ ദൈവകോപം ഉണ്ടാകാൻ കാരണമാവും. അതുകൊണ്ട് നമുക്ക് ഇവരെ ആക്രമിക്കുന്നത് നിർത്താം. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് എന്ന് പറയുക. നിങ്ങൾ ഭ്രാന്തന്മാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളെ വീണ്ടും ആക്രമിച്ചാൽ ഒരുപക്ഷെ, നിങ്ങളെ ശിക്ഷിച്ചാൽ ഒരുപക്ഷെ ദൈവകോപം ഞങ്ങൾക്കുണ്ടാവും, അള്ളാഹ് ഞങ്ങളോട് കോപിക്കും. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങളെ കാണരുത്, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അവിടെ കൊണ്ടുവിടാം, അവിടേക്ക് നാട് കടത്താം. അങ്ങനെ നാട് കടത്താൻ ഉത്തരവിട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മൊറോക്കോയിലേക്ക് പോകണം. ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട ആ രാജാവ്, ആ സുൽത്താൻ പറഞ്ഞു, എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് ചാടാൻ ഉദ്യമിക്കുന്ന ഇവർ തീർച്ചയായും ഭ്രാന്തന്മാർ തന്നെ. കാരണം ഈ സുൽത്താനേക്കാൾ അതിക്രൂരനാണ് മൊറോക്കോയിലെ ഇസ്ലാമിക സുൽത്താൻ. വേഗം അവരെ മൊറോക്കോയുടെ അതിർത്തിയിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞു, അങ്ങോട്ട് നാട് കടത്താൻ പറഞ്ഞു. ഈ 4 ഫ്രാൻസിസ്കൻ സന്യാസിമാരെ അവർ മൊറോക്കോയിലേക്ക് നാട് കടത്തി. മൊറോക്കോയിൽ ചെന്നിട്ട് അവിടെയും അവർ സുവിശേഷം പ്രസംഗിച്ചു. മൊറോക്കോയിലെ സുൽത്താൻ അവരെ പിടിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും 4 പേരുടെയും ശിരസ് ഛേദിച്ച് മൊറോക്കോയുടെ വെളിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്തു. സ്പെയിനിലെ രാജകുമാരൻ, കത്തോലിക്ക രാജകുമാരൻ ഇതറിഞ്ഞ് ഈ 4 രക്തസാക്ഷികളായ ഫ്രാൻസിസ്കൻ വിശുദ്ധരുടെ മൃതശരീരങ്ങൾ എടുത്ത് വലിയ സ്വർണ്ണ പേടകങ്ങളിലാക്കി ആഘോഷമായി തൻ്റെ രാജ്യത്ത് കൊണ്ടുവരികയും അവിടെ ഒരു ദൈവാലയത്തിൽ അത് മൃതസംസ്കാരം നടത്തുകയും ചെയ്തു. പിന്നീട് അവരെ 4 രക്തസാക്ഷി വിശുദ്ധരായി സഭ പ്രഖ്യാപിച്ചു. ഓർക്കണേ, വിശുദ്ധ ഫ്രാൻസിസ് ജീവിച്ചിരിക്കുമ്പോൾ ഫ്രാൻസിസ്കൻ സഭയിൽ 4 രക്തസാക്ഷികൾ. ഇവർ സ്പെയിനിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഭിക്ഷ യാചിച്ച് ഭക്ഷണം കൊടുത്ത ഒരു ഫെർണാണ്ടോ അച്ഛനെ നിങ്ങൾ ഓർമ്മയില്ലേ? ഫാദർ ഫെർണാണ്ടോ ഈ വിവരം അറിഞ്ഞു. അദ്ദേഹത്തിന് ഈ 4 രക്തസാക്ഷികളുടെ കബറിടം ഒന്ന് സന്ദർശിക്കണമെന്ന ആഗ്രഹം ഉണ്ടായി. അദ്ദേഹം തൻ്റെ അധികാരികളുടെ അനുവാദത്തോടെ ഇവരുടെ കബറിടത്തിലേക്ക് പോവുകയാണ്. കബറിടത്തിൽ ചെന്നു. അദ്ദേഹത്തിന് വലിയ ആത്മീയ അനുഭവം ഉണ്ടായി. അവിടെ മുട്ടുകുത്തി. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഞാനും ഒരു സന്യാസി, ഇവരും സന്യാസിമാർ.
കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് രക്തസാക്ഷികളായ ഇവർ എത്രയോ ശ്രേഷ്ഠരാണ്. ഞാനോ ആശ്രമത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈശോയെ ഒന്ന് ആരോടും പറയാൻ പറ്റാതെ ജീവിക്കുന്നു. എനിക്കും ഇവരെ പോലെ സുവിശേഷം പ്രസംഗിക്കണം, എനിക്കും ഇവരെ പോലെ മൊറോക്കോയിലേക്ക് പോകണം. ഈ ആഗ്രഹത്തോടെ ഫാദർ ഫെർണാണ്ടോ അടുത്തുള്ള ഒരു ഫ്രാൻസിസ്കൻ ആശ്രമത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അവരോട് തൻ്റെ ആഗ്രഹം ഉണർത്തിച്ചു. അവിടെയുള്ള ഫ്രാൻസിസ്കൻ സന്യാസ ആശ്രമത്തിൻ്റെ ഗാർഡിയൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് പരിശീലനം നൽകി, നൊവിഷ്യേറ്റ് നൽകി. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ചാക്ക് വസ്ത്രം എടുത്ത്, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റി ഒരു ചാക്ക് വസ്ത്രം എടുത്തു കൊടുത്തു. അദ്ദേഹം ആ ചാക്ക് വസ്ത്രം സ്വീകരിച്ചുകൊണ്ട് അന്റോണിയോ എന്നുള്ള പേരിൽ തൻ്റെ നിത്യവ്രത വാഗ്ദാനം നടത്തി. ഫാദർ ഫെർണാണ്ടോ ഫാദർ അന്റോണിയോ ആയി മാറ്റപ്പെട്ട സമയം. പ്രിയ സഹോദരങ്ങളെ, ഈ ഫാദർ അന്റോണിയോ ആണ് ഇന്ന് നാം അറിയുന്ന വിശുദ്ധ അന്തോനീസ്, പാതുവായിലെ വിശുദ്ധ അന്തോനീസ്. എത്ര മനോഹരമായ സംഭവം! ഫ്രാൻസിസ് ജീവിച്ചിരിക്കെ തന്നെ എത്രയോ മനുഷ്യർ ഈ പാവപ്പെട്ട സന്യാസിയുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ സന്ദേശം സ്വീകരിച്ച് ആ സമൂഹത്തിലേക്ക് ഓടിക്കൂടി എന്നറിയാമോ? ഇതാണ് ഫ്രാൻസിസ്. ഈ വർഷം നമ്മളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഫ്രാൻസിസിന്റെ ജീവിതം നമ്മെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാൻ സഹായിക്കും. ഫ്രാൻസിസ് നിത്യതയിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, ഈശോയുടെ തൊട്ടടുത്തേക്ക് എത്തിയിട്ട് 800 വർഷങ്ങൾ. അസീസിയിലേക്ക് ചെല്ലുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസിന്റെ ശ്വാസം ഇന്നും അവിടെ ഉണ്ട്. ആ ഒരു ശ്വാസത്തിൻ്റെ അനുഭവം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന 3 സ്ഥലങ്ങളുണ്ട്. ഒന്നാമത്തേത് ഈശോ ജീവിച്ച് മരിച്ച ഈശോയുടെ കബറിടം. രണ്ടാമത്തേത് വിശുദ്ധ ഫ്രാൻസിസ് ജീവിച്ച് മരിച്ച് അടക്കം ചെയ്യപ്പെട്ട അസീസി. മൂന്നാമത്തേത് ഞാൻ എവിടെയോ അടക്കം ചെയ്യപ്പെടാൻ പോകുന്ന എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എൻ്റെ കബറിടത്തെ. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് അസീസി. കാരണം ഇന്നും അവിടെ ഫ്രാൻസിസിൻ്റെ ശ്വാസമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഒരു വർഷം ഫ്രാൻസിസ് സ്വീകരിച്ച ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷം കുറേ ദണ്ഡവിമോചനങ്ങൾ ലഭിക്കും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം എന്നുള്ളതാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യണം എന്നുള്ളതാണ്. ഫ്രാൻസിസ് കേട്ടതുപോലെ ഫ്രാൻസിസ് ഒരു വാക്യം കൂടെ കേട്ടു അസീസിയിലെ പള്ളിയിൽ വെച്ച്: യജമാനനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നതോ കൂടുതൽ ഉത്തമം. ഫ്രാൻസിസ് കേട്ട യേശുവിൻ്റെ സ്വരം ഇന്ന് നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലെ ചിലപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ വ്യഗ്രതകൾ പലപ്പോഴും അത് കേൾക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്കൊന്ന് ഈശോയെ കേൾക്കാൻ ശ്രമിക്കാം. ഈ വർഷത്തിൽ ഈശോയ്ക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്. ഫ്രാൻസിസിൻ്റെ ഈ ജൂബിലി വർഷത്തിൽ, ഫ്രാൻസിസിൻ്റെ സ്വർഗപ്രാപ്തിയുടെ 800ാം ജൂബിലി വർഷത്തിൽ സഭയ്ക്ക്, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് സഭ, സഭയ്ക്കും നമ്മളോട് കുറേയൊക്കെ പറയാനുണ്ട്. നമുക്കും പ്രകൃതിയെ സ്നേഹിക്കാൻ പറ്റണം. പ്രകൃതിയെ സ്നേഹിക്കണമെങ്കിൽ, ജീവജാലങ്ങളെ സ്നേഹിക്കണമെങ്കിൽ സൂര്യനെ സഹോദര എന്നും ചന്ദ്രനെ സഹോദരി എന്നും മഞ്ഞിനെയും മഴയെയും സഹോദരനും സഹോദരിയുമായി, അവസാനം മരണത്തെ സഹോദരിയായി ഒക്കെ സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വേണം. അങ്ങനെ വന്നാൽ അപ്പൻ്റെ സ്വരം എനിക്ക് കേൾക്കാൻ പറ്റും, അമ്മയുടെ ഭാഷ എനിക്ക് മനസ്സിലാവും, ഭർത്താവിൻ്റെ ഭാഷ ഭാര്യയ്ക്കും ഭാര്യയുടെ ഭാഷ ഭർത്താവിനും മനസ്സിലാകും. എന്തിന്? നിന്റെ ഭാഷ ജീവജാലങ്ങൾക്ക് പോലും മനസ്സിലാകും. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്തൊരു മനോഹാരിത! പറുദീസായുടെ അനുഭവമല്ലേ? ആദത്തിനും ഹവ്വായ്ക്കും ഉണ്ടായ അനുഭവം. ആദോ ഹവ്വയുടെയും സ്വരം അവിടുത്തെ ജീവജാലങ്ങൾക്ക് പോലും മനസ്സിലാകുമായിരുന്നു. എപ്പോഴാണ് അതെല്ലാം മാറിയത്? അവർ പാപം ചെയ്തപ്പോൾ. സഹോദരങ്ങളെ, നമുക്ക് ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ നവീകരിക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഫ്രാൻസിസിനെ പോലെ നമുക്കൊന്ന് സ്നേഹത്തിൽ ആയിരിക്കാൻ പറ്റിയാൽ, ക്രിസ്തുവിനോട് ചേർന്ന് ആയിരിക്കാൻ പറ്റിയാൽ നമുക്കിതെല്ലാം പറ്റും. നമ്മളുടെ സാന്നിധ്യം അനുഗ്രഹമായി മാറും.
ഈ ഒരു വർഷം നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ മൗണ്ട് ഹെസദിലെ വിശുദ്ധ കുരിശിൻ്റെ ഏകാന്ത സന്യാസി.